അങ്ങനെ ദൈവം തോട്ടത്തിൽ വന്നപ്പോൾ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവരെന്ത് ചെയ്തു? കേട്ടു. ദൈവം മനുഷ്യനെ വിളിച്ചു, ആദാമേ നീ എവിടെയാണെന്ന് ചോദിക്കുന്നു. അപ്പോൾ 10-ാം വാക്യത്തിൽ പറയുന്നു, തോട്ടത്തിൽ നിൻ്റെ ഒച്ച കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു? ഭയപ്പെട്ട് ഓടിച്ചു. തോട്ടത്തിൽ നിൻ്റെ ഒച്ച കേട്ടിട്ട് ഞാൻ എന്ത് ചെയ്തു? ഭയപ്പെട്ടു ഓടിച്ചു. ഭയം എന്നുള്ളൊരു വാക്ക് ചരിത്രത്തിൽ ആദ്യമായിട്ട് കാണുന്നത് പാപവുമായിട്ട് ബന്ധപ്പെട്ട, ശ്രദ്ധിച്ചേ, ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിലാണ് എന്ത് കാണുക? ഭയം കാണുക. ഭയം നമുക്ക് ഈ ഒരു വേദോസത്തിലെ ഏറ്റവും വലിയൊരു ശക്തമായ ദൂത്, ആവർത്തിച്ച് പറയുന്നൊരു ദൂത്, നിങ്ങൾ എന്ത് ചെയ്യണ്ട? ഭയപ്പെടേണ്ട എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് മനുഷ്യൻ്റെ കൂട്ടത്തിൽ ഭയം കൂടപ്പുറപ്പായിരിക്കുകയാണ്. അത് വലിയൊരു പ്രതിസന്ധിയാണ്. നമ്മൾ പ്രത്യേകിച്ച് ഈ കോവിഡിന് ശേഷം പോസ്റ്റ് കോവിഡ് ഇറായിൽ ഏറ്റവും കൂടുതൽ മനുഷ്യനെ അലട്ടുന്ന ഒരു പ്രശ്നം ഭയമാണ്. നിങ്ങൾക്ക് കേട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം, അല്പമെങ്കിലുമൊക്കെ സമൂഹത്തെ ശ്രദ്ധിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാം. പോസ്റ്റ് കോവിഡ് യുഗത്തിൽ ഭയങ്കര ഭയമാണ്. കുഞ്ഞുങ്ങളുടെയൊക്കെ ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ആങ്സൈറ്റി, ഫോബിയ, ഡിപ്രഷൻ. പനി വരുന്നത് പോലെ, ഡയബറ്റിക് വരുന്നത് പോലെ, സാധാരണ ഒരു രോഗം പോലെ തന്നെ ഇത് മനുഷ്യൻ്റെ ഭാഗമായി മാറി. ഭയം എന്നുള്ള ആ ഒരു ഇമോഷൻ നമുക്ക് കൊച്ചിലെ തൊട്ട് ഉള്ളതാണ്. നമ്മൾ പിള്ളേരെയൊക്കെ വിളിച്ചിട്ട് ചോദിക്കും, പേടിയുണ്ടോ? ഇല്ല. പേടിയുണ്ടോ? ഇല്ല. പേടിയുണ്ടോ? ഇല്ല. ആറ്റിപ്പോ, തോട്ടിപ്പോ, ആനയും കുതിരയും കണ്ട പേടിക്കുമോ? അങ്ങനെ ചോദിച്ചിട്ടുണ്ടോ? ഉണ്ടോ? കണ്ണാടിയോട് ചോദിച്ചിട്ടുണ്ടോ? ആനയും കുതിരയും കണ്ട ദൗർഭാഗ്യകരം, എന്തോ ചെയ്യാനാ? അങ്ങനെയായിരുന്നു പിള്ളേരെ വളർത്തുന്നത്. ആനയും കുതിരയും കണ്ട പേടിക്കുമോ? ഇല്ലെന്ന് പറയും, ഒറ്റ ഊത്ത്. അപ്പോൾ എന്ത് ചെയ്ത് പോയി? പേടിച്ച് പോയി. അപ്പം നമുക്ക് പേടി കൊച്ചിലെ തൊട്ടുള്ളതാണ്. അപ്പം നമ്മുടെ ഒരു ഭയത്തിൻ്റെ, നമ്മുടെ ഒരു വികാരമാണ് ഈ പേടി. ഒരു പരിധി വരെ നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന. ഇരട്ടത്തോട്ട് കൊച്ചിറങ്ങിപ്പോയപ്പോൾ അമ്മ പറഞ്ഞു, മക്കൾ അങ്ങോട്ട് പോകല്ലേ, അവിടെ എന്തുണ്ട്? അവിടെ ആരുണ്ട്? ഉമ്മാക്കിയുണ്ട്. ആരുണ്ട്? ഉമ്മാക്കിയെ കണ്ടിട്ടുള്ള ഒരു പ്രയർ സെൻ്ററിലുണ്ടെങ്കിൽ ഒന്ന് കൈപൊക്കി. ഉമ്മാക്കി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. പക്ഷേ നമുക്കെല്ലാവർക്കും ആരെ അറിയാം? ഉമ്മാക്കി അറിയാം. ഇരുട്ടത്ത് അവിടെ ആരുണ്ട്? ഉമ്മാക്കിയുണ്ട്. ഉമ്മാക്കിയെ നമുക്ക് തന്ന ആരാ? അമ്മയാണ്. അമ്മയ്ക്ക് ഉമ്മാക്കിയെ കൊടുത്ത ആരാ? അമ്മൂമ്മയാണ്. അമ്മൂമ്മയ്ക്ക് ഉമ്മാക്കി കൊടുത്ത ആരാ? അമ്മൂമ്മയുടെ അമ്മ. അങ്ങനെ തലമുറ കൈമാറി അണയാതെ സൂക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ആരുണ്ട്? ഉമ്മാക്കിയുണ്ട്, അല്ലേ? പിന്നെ നമ്മൾ പറയും, മോനങ്ങോട്ട് പോകല്ലേ. അപ്പൂപ്പൻ മോനെ എന്തു ചെയ്യും? പിടിച്ചോണ്ടു. അവിടെ ആരുണ്ട്? അപ്പൂപ്പൻ. അപ്പോൾ കൊച്ചിനാരെ പേടിയായി? കുഴപ്പമില്ല. അതുകൊണ്ട് വയസ്സാകുമ്പം കൊണ്ടേ വൃദ്ധസദനത്തിൽ ഇടുന്നത്. കാരണം അമ്മച്ചി പറഞ്ഞു, അപ്പൂപ്പൻ കൊച്ചുമക്കളെ എന്തു ചെയ്യും? പിടിച്ചുകൊണ്ട് പോകും. സ്വന്തം കൊച്ചുമക്കളെ വല്യപ്പൂപ്പൻ പിടിക്കാതിരിക്കാൻ എല്ലാ വല്യപ്പച്ചനെയും വല്യമ്മച്ചയും ഓൾഡ് ഏജ് ഹോമിലോട്ടൊക്കെ മാറ്റുകയാണ്. പേടി നമ്മൾ എവിടെ നിന്നൊക്കെ കൊടുക്കുകയാണ്. ഈ ഭയം എന്നുള്ള വാക്കിൻ്റെ ഇപ്പുറത്ത് ആന്നൊരു വാക്കിട്ടെ. ഉറക്കെ പറഞ്ഞേ. ഒന്നുകൂടെ പറഞ്ഞേ. ആ മാറ്റിക്കേ, ആ ഇട്ടേ, ആ മാറ്റിക്കേ. അപ്പോൾ ഈ ഭയം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അഭയമില്ലാത്തതുകൊണ്ടാണ്. എന്താണ് അഭയം? യഹോവ എൻ്റെ സങ്കേതവും ബലവുമാണ്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയുമാണ്. അവൻ്റെ കോട്ടയാണ്, അവൻ്റെ ശൈലമാണ്. അവിടുന്ന് അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ലെന്നൊരു ഉറപ്പ്. ആ ഉറപ്പുള്ളവർക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഉണ്ടോ? ഇല്ല. പേടിക്കരുത്. പ്രത്യേകിച്ച് ഈ പിശാചിനെ പേടിക്കരുത്. പിശാച് ശക്തനാണോ സർവശക്തനാണോ? പിശാച് ശക്തനാണോ സർവശക്തനാണോ? ഒന്നുകൂടെ ശ്രദ്ധിച്ച് കേട്ടിട്ട് പറയണം. പിശാച് ശക്തനാണോ സർവശക്തനാണോ? സംശയം. പിശാച് ശക്തനാണ്, ആരല്ല? സർവശക്തനല്ല. എന്നാൽ നമ്മുടെ ദൈവമോ? സർവശക്തനാണ്. പിശാച് ജ്ഞാനിയാണ്, പക്ഷേ ആരല്ല? സർവജ്ഞാനിയല്ല. അപ്പം ദൈവം നമ്മുടെ കൂടെ ഉണ്ട്. ശക്തൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകാം, പക്ഷെ അതിശക്തനായ സർവശക്തനായ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളപ്പം സാത്താനെ പേടിക്കരുത്. പോരാട്ടം ഇല്ലെന്ന് ഞാൻ പറയത്തില്ല, പക്ഷേ നമുക്ക് എന്നും എന്തുണ്ട്? പോരാട്ടമുണ്ട്. നഫ്താലി എന്നും എവിടാണ്? പോർക്കളം വീട്ടിൽ തന്നെയാണ്. എന്നാൽ എല്ലാ പോരാട്ടത്തിൻ്റെ കൂട്ടത്തിലും നമ്മളെ ശക്തനാക്കുന്ന ദൈവം കൂടുണ്ട്. യഹോവയാണ് യുദ്ധം ചെയ്യുന്നത്, യുദ്ധത്തിന് നമ്മളെ സഹായിക്കുന്നത് ദൈവം നമുക്ക് വേണ്ടി എന്തു ചെയ്യും? യുദ്ധം ചെയ്യും. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. പിശാചിനെ പേടിക്കരുത്.
ദൈവത്തെ ഓർത്ത് പിശാചിനെ പേടിക്കരുത്. ഞാനിപ്പോൾ ഒത്തിരി അടുത്ത് കാണുന്നൊരു കാര്യമാണ്, ആൾക്കാർക്ക് പ്രാർത്ഥിക്കാൻ പോലും പേടിയാണ്. എന്തോ അടിക്കും, പ്രാർത്ഥിച്ചാൽ എന്തോ അടിക്കും, പോരാട്ടം അടിക്കും. പ്രാർത്ഥിച്ചാൽ എന്തോ അടിക്കും. അങ്ങനെയാണെങ്കിൽ ലാസർ എഴുന്നേറ്റ് വരുമ്പം തമ്പുരാൻ താഴോട്ട് പോകണ്ടായിരുന്നു. പോരാട്ടം അടിക്കുന്നതുകൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും പേടിയാണ്. പോരാട്ടം ഇല്ലെന്നും അതിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടാകത്തില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, കർത്താവ് അറിയാതെ തലയിലെ മുടി പോലും പോകത്തില്ല. അതുകൊണ്ടാണ് ഭക്തൻ പാടുക, ഇന്നെനിക്ക് വന്ന് ഞാൻ അവൻ ഉള്ളം കയ്യിൽ ഇരിക്കാൻ ആരുമില്ല എനിക്ക് ദോഷം ചെയ്യുവാൻ. ഇന്നെനിക്ക് വന്നു നേരിടുന്നതെല്ലാം തൻഹിതമാണെന്ന് ഞാൻ അറിയുന്നു. എൻ ദൈവമേ നിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ. ഹല്ലേലൂയ. ഒരിക്കലും ഭയം നമ്മളെ കീഴടക്കാൻ അനുവദിക്കരുത്. ഇന്ന് ഒത്തിരി മക്കളുടെ ഒരു പ്രശ്നമാണ്, ഇന്നത്തെ മക്കളുടെ വലിയൊരു പ്രശ്നമാണ്. ഭയങ്കര മിടുക്കര പിള്ളേരാണെങ്കിലും ഭയങ്കര ആങ്സൈറ്റിക്കകത്ത് അതിൻ്റെ ഒരു പ്രധാന കാര്യം ഞാൻ മനസ്സിലാക്കുന്നത്, സ്ട്രോക്കുകളില്ലാതാണ് അവർ വളരുക. നമ്മളെന്തോ ചോദിച്ചാലും അന്ന് കേട്ടിരുന്നൊരു കാര്യമുണ്ട്, ഒരു ഉടുപ്പ് വേണമെങ്കിൽ എത്ര നാൾ ചോദിക്കണം, പുറകെ നടന്ന് കെഞ്ചി 1000 വട്ടം തരാമെന്ന് പറഞ്ഞ് പിന്നെയും വാക്ക് മാറി, ഒടുവിൽ ഗതികെട്ട് സഹികെട്ടാത്തിരുന്നേ. അപ്പോൾ ഒരു ഗുണമുണ്ട്, എന്ത് സ്വീകരിക്കാൻ തയ്യാറായി? നോ സ്വീകരിക്കാൻ തയ്യാറായി. അതാണ് മനുഷ്യൻ്റെ ഒരു പ്രത്യേകത. ഇന്നത്തെ പിള്ളേരുടെ പ്രത്യേകത, അവർക്ക് എന്ത് കേൾക്കാൻ പാടാ? നോ കേൾക്കാൻ പാടാ. എന്തിനും അവർക്ക് ഒരു ഭക്ഷണം ആഗ്രഹിച്ചാൽ പോലും, ഇപ്പോൾ അമ്മയോട് പുറകെ നടക്കണമായിരുന്നു, അന്ന് ഒരു ചിക്കൻ വേണമെങ്കിൽ അത് പോയി മേടിക്കണം, അത് കൊണ്ടുതരണം, അത് കഴിക്കണം, കറി വെക്കണം, എന്തെല്ലാം കാര്യം, അതിനാദ്യം പൈസ വേണം. പക്ഷേ ഇന്ന് ഒന്നും വേണ്ടെങ്കിലും ഓർഡർ ചെയ്യും, വരുമ്പം പറയും പൈസ കൊടുത്തേക്കാൻ. അപ്പോൾ ഓർഡർ ഫുഡ് വരും, എന്ത് വേണ്ട? നോ വേണ്ട, അല്ലേ? ഒരാളെ പ്രേമിച്ചാൽ പോലും പ്രേമം ഒന്ന് അറിയിക്കണേ എന്തോ പാടാ. ഒന്നാമത്തെ കാര്യം, പള്ളിയിൽ പോകുമ്പം കൊച്ചമ്മ കൂടെ കാണും, സ്കൂളിൽ പോകുമ്പം ചേച്ചി കൂടെ കാണും, ആരുമില്ല, ഒന്ന് കിട്ടണം, കിട്ടിയിട്ട് ഇതൊന്ന് അറിയിക്കണം. അതിന് പലരും എന്തോ ചെയ്യുമായിരുന്നു, എഴുത്തൊക്കെ എഴുതിയിട്ടുള്ളവരുണ്ടോ? ഉണ്ടെന്നറിയാമല്ലോ, മുഖം കണ്ടാൽ അറിയത്തില്ലേ? എഴുതിയിട്ടില്ലെങ്കിലും കിട്ടിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ എഴുത്ത് ഒക്കെ എഴുതി കൊടുക്കുമ്പം ചിലപ്പം ഏസ് കിട്ടും, ചിലപ്പോൾ എന്ത് കിട്ടാം? നോ കിട്ടാം. ഇന്നത് വേണ്ട. ഒരാളോട് താല്പര്യം തോന്നി അപ്പോളെ അവിടെ ID കണ്ടെത്തി, ഇൻസ്റ്റാഗ്രാം കണ്ടെത്തി, അവർക്ക് അപ്പോളെ റിക്വസ്റ്റ് അയച്ചു, യെസ് ഓർ നോ. പക്ഷേ പിള്ളേർക്ക് എന്തോ സ്വീകരിക്കാൻ പാടാ, നോ സ്വീകരിക്കാൻ പാടാ. അതുകൊണ്ട് ഞാനൊരു VBS നടത്തുക. ഈ VBS നടത്തുമ്പോൾ ഒത്തിരി പിള്ളേരെ ഒന്നിച്ച് കൊണ്ടുവന്നു. അപ്പം നമുക്കറിയാം, ഇവരെ ഇങ്ങനെ അതിൻ്റെ ഡയറക്ടറൊക്കെ കാണും, അവർ ഈ ആക്ഷൻ സോങ്ങൊക്കെ കളിക്കുമ്പോൾ നമ്മൾ ഈ പിള്ളേരെല്ലാം കൂടെ ഒന്നിച്ചിരുന്നല്ല കളിക്കുക. നല്ല മുടുക്കര് പിള്ളേരെ എല്ലാം സ്റ്റേജിൽ കൊണ്ടുവന്ന് എടുത്തിട്ട് ചാടിക്കും. യേശു തേരാം സബ്സേ ഊഞ്ചാ ഹേ ഹേയ് അടിച്ച് ചാടിച്ച് ബഹളം വെപ്പിച്ച്, ജിബിനൊക്കെ അതിന് മിടുക്കന. അപ്പം എല്ലാം കഴിയുമ്പം ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നൊരു പെങ്കൊച്ചിനോട് അവിടെ നിന്ന് ഒത്തിരി ആൺപിള്ളേർ ഒരുപോലെ വന്നിട്ട് പറഞ്ഞ് ഇഷ്ടമെന്ന് പറഞ്ഞു. പെണ്ണ് കരയാൻ തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞു, എന്തിനാടി പേടിച്ചേ? എന്നോട് പറഞ്ഞാൽ പോരായിരുന്നു, അമ്മ ഓടത്തില്ലേ? അതല്ല അങ്കിൾ, ഐ വാസ് ടോട്ടലി കൺഫ്യൂസ്ഡ്. ഞാൻ ചെന്ന് പറ്റി, എല്ലാവരും കൂടെ വന്ന് ഇഷ്ടമെന്ന് പറഞ്ഞപ്പോൾ whom should I say yes, whom should I say no, I am totally confused. അതാണ് കൊച്ചിൻ്റെ പ്രശ്നം. അപ്പം സ്ട്രോക്ക് താങ്ങാൻ വയ്യാത്തതുകൊണ്ട് നമ്മൾ, എൻ്റെ പൊന്നു മക്കളെ, സ്ട്രോക്ക് ഇഷ്ടം പോലെ കിട്ടിയവർക്ക് ഈ പ്രശ്നമൊന്നുമില്ല. ചെറിയ പ്രശ്നത്തിൽ എന്തോ കിട്ടുവാനെന്നറിയാമോ? അരസൈക്കിൾ പഠിപ്പിക്കുമായിരുന്നു. അരസൈക്കിൾ ഇവിടെ പിടിക്കുമ്പോൾ എന്തോ ചവിട്ടും, ഇവിടെ പിടിച്ച് പിച്ചുമ്പം എന്തോ ചവിട്ടും? അരസൈക്കിൾ ചവിട്ടും. തുടക്കയുടെ അകത്തോട്ട് പിടിച്ച് പിച്ചുമ്പം എന്തോ ചവിട്ടും? ഫുൾ സൈക്കിൾ ചവിട്ടും. അരസൈക്കിളും ഫുൾ സൈക്കിളും ചവിട്ടിയിട്ടുണ്ടോ? ഇല്ലേ? ഉണ്ടല്ലോ. അരസൈക്കിളും ഫുൾ സൈക്കിളും ചവിട്ടിയോണ്ട് നമുക്ക് പിച്ചൊന്നും പ്രശ്നമല്ലായിരുന്നു. അങ്ങനെ പിച്ച് കിട്ടി, കിട്ടി. അന്നുകൊണ്ട് ഈ ഹൈപ്പർ ആക്ടിവിറ്റി. ഇപ്പോൾ അമ്മമാരൊക്കെ അങ്ങ് മരിക്കാൻ തുടങ്ങും, കൊച്ചു ഹൈപ്പറാണ്. പണ്ട് ഹൈപ്പറായിരുന്നു എല്ലാവരും. അതിൻ്റെ പേരാ മെന. ചെറുക്കം ഭയങ്കര മെനയാ, ഹൈപ്പറാ. പക്ഷെ അന്ന് ഹൈപ്പറൊന്നും അറിയത്തില്ല. മെനയെ നമ്മളെങ്ങനെയാണ് കൗൺസിൽ ചെയ്തേ? വീട്ടിലടി, സ്കൂളിലടി, ട്യൂഷൻ സെൻ്റർ അടി സഹിക്കാം. ചർച്ചിൽ ചെന്ന ഉപദേശിയപ്പച്ചൻ്റെ കയ്യിലും എന്തോ ഉണ്ട്, വടി കൊടുത്തു, അവിടെ അടി കിട്ടി. മെനയെല്ലാം എന്ത് ചെയ്യേ? മെനയെല്ലാം ഉപദേശിയായി. ഒരുമാതിരിപ്പെട്ട മെന പിടിച്ച സംഭവങ്ങളെല്ലാം എന്തായി? ഉപദേശിയായി. ഹൈപ്പറെന്നൊന്നും പറഞ്ഞപ്പോൾ നമ്മളെല്ലാ ഹൈപ്പറിനെയും തരണം ചെയ്തത് അടിയുടെ ബഹളമായിരുന്നു, പേട്ട കെട്ടായിരുന്നു. ഞാൻ ഇച്ചിരി ഹൈപ്പറായിരുന്നാ പറയുക.
ഉയ്യോ എന്നെയൊക്കെ അടിച്ചിട്ടുള്ള അടി എന്നൊക്കെ പറഞ്ഞാൽ കലാപരമായിട്ടായിരുന്നു എൻ്റെ അപ്പൻ അടിക്കുന്നത്. നിക്കർ ഊരി എണ്ണ ചൂടാക്കി പുരട്ടും. എത്ര നേരം കൊണ്ടാണെന്നറിയോ? വടി വെട്ടി വഴറ്റി കൊണ്ടുവന്ന് ഇതൊക്കെ വർത്താനമൊക്കെ പറഞ്ഞ് തിരിഞ്ഞ് നിൽക്കടാന്നൊക്കെ പറഞ്ഞ് കുറേ നേരം കഥ പറഞ്ഞിട്ട് ഓർക്കാപ്പുറത്തൊരടിയുണ്ട്. ഉയ്യോ, പെരയ്ക്ക് 3 വട്ടം 4 വട്ടമൊക്കെ ഓടിയിട്ടുണ്ട് വേദന കൊണ്ട്. അപ്പം പെരയ്ക്ക് ചുറ്റും ഓർത്തോണേ, നമുക്ക് എന്നിട്ടും ചാകണമെന്ന് തോന്നിയോ? ഓ, ഞാൻ ചാകണമെന്ന് അപ്പയോട് പറഞ്ഞു. അപ്പം എനിക്കിപ്പം ചാകണം, ഞാനിപ്പം ചാകും, ഞാൻ നിങ്ങളെ കാണിക്കാം. എങ്ങനെ ചാകുന്നേ? അപ്പം ഞാനൊരു കയറെടുത്ത് കാണിച്ചു. ഇവത്തെ ഞാൻ കെട്ടിഞ്ഞാലും എൻ്റെ അപ്പ എനിക്കൊരു ഉപകാരം ചെയ്തു തന്നു. തടിയാ, എടാ തടിയാ, നീ ഇവത്തെ തൂങ്ങിച്ചത്ത പൊട്ടിപ്പോത്തില്ലേ? പൊട്ടിപ്പോയാൽ നിൻ്റെ മോന്തി അടിച്ച് വീഴത്തില്ലേ? ശവകടക്കാൻ പോലും കൊള്ളത്തില്ല. നല്ലൊരു പുതിയ കയറ് കൊണ്ടു തന്നിട്ട് പറഞ്ഞു ഇവത്തെ ചാകാൻ പറഞ്ഞു. ചത്തോ? ഇല്ല. ധൈര്യമുണ്ടോ കൊച്ചിന് കയറ് കൊടുക്കാൻ? കൊടുക്കരുത്, കാണിച്ചു കളയും. എന്തുകൊണ്ടാ? സ്ട്രോക്ക് താങ്ങാൻ വയ്യാത്തതുകൊണ്ട് ഭയം കൂടി. ഭയം മാറാൻ ഒറ്റ വഴിയുള്ളൂ, ദൈവാശ്രയം വന്നാൽ ഭയം മാറും. ദൈവത്തിലൊരാശ്രയം ഉണ്ടായാൽ ഏത് ഭയം മാറും. കാരണം എൻ്റെ ദൈവം അറിയാതെ, അതൊരു ഉറപ്പാണ്, എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കില്ല. ഭയം മാറണം. ഡിപ്രഷൻ, വിഷാദരോഗം, ആങ്സൈറ്റി, ഉത്കണ്ഠ, പരീക്ഷാ പേടി എന്ന് വേണ്ട. മനുഷ്യൻ ഭയത്തിൻ്റെ ലോകത്ത് എത്ര മിടുക്കരായവർ. ഈ പരീക്ഷയൊക്കെ എഴുതുമ്പം കിടന്ന് വെപ്രാളം പിടിക്കുന്നത് മിടുക്കര പിള്ളേരാണോ അറിയാൻ വയ്യാത്തവരാണോ? മിടുക്കര. അറിയാൻ വയ്യാത്തവൻ കൂളാണ്. അളിയാ നമുക്ക് അടുത്ത വർഷം ഒന്നുകൂടെ എഴുതാമെന്നൊക്കെ അവൻ കൂളായിട്ടൊക്കെ പോകും. അവർ പേടിക്കേണ്ട കാര്യമില്ല. പേടിയുള്ളത് ആർക്കാ? പഠിച്ചവർക്കാ. എൻ്റെ പൊന്നെ, കെമിസ്ട്രിയുടെ പരീക്ഷയുടെ തലേദിവസം ഒരു പെൺകുട്ടി ചുരുണ്ടുപോയി. നമ്മൾ ഉദ്ദേശിച്ചല്ലേ, കൂട്ടത്തിലുണ്ട്. എൻ്റെ പൊന്നെ, ഓരോ വിരളം തിരുമ്പി നിവർത്തും. മൊത്തം പഠിച്ചത് ഒരു ചാപ്റ്ററൂടെ ആണ്ട് ഒന്നുകൂടെ നോക്കാനുണ്ട്. വെപ്രളമായി. രാത്രി കൗൺസിലിങ്ങിന് കൊണ്ടുപോയി, ഡ്രിപ്പ് ഇട്ടു. അതിനവർ എന്താണ് ഈ റിലാക്സേഷൻ തെറാപ്പി കൊടുത്തു. കുറേ ഫ്രീ ആയി. രാത്രി ഞാൻ കൊച്ചിനെയും കൊണ്ട് റൈഡ് ചെയ്തു. ഗ്ലാസ്സൊക്കെ തുറന്നിട്ട് ഫ്രഷ് എയറൊക്കെ കൊള്ളിച്ച് കുറേ കഥയൊക്കെ പറഞ്ഞ് വിശ്വാസമൊക്കെ പറഞ്ഞ് ഓക്കെ ആക്കി. രാവിലെ ചെന്ന് പ്രാർത്ഥിച്ച് സ്കൂളിൽ കയറ്റിവിട്ട് സ്കൂളിൻ്റെ ഗ്രൗണ്ടിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അടുത്ത പാനിക്ക് ഉണ്ടാകരുത്. അപ്പോൾ ഒരു ആംബുലൻസ് ചീറിപ്പാഞ്ഞ് അങ്ങോട്ട് കയറിപ്പോകുന്നു, അതുപോലെ ഇറങ്ങിപ്പോകുന്നു. അമ്മ ഫ്ലാറ്റ്. ആരാ? എൻ്റെ കൊച്ച. അത് വേറെ ഏതാണ്ട് സംഭവമായിരുന്നു. പക്ഷേ എന്തോ ഒരു ഭയങ്ങളാ. ഒറ്റ കാര്യമാണ്, നമുക്ക് കർത്താവിലൊരു ഉറപ്പുണ്ടായാൽ ഏത് ഭയത്തെ അതിജീവിക്കാം. ഹല്ലേലൂയ. ഞാനിപ്പം ഈ കൂടോത്രത്തിൻ്റെ പുറകെ പോകാറില്ല. കാരണം കൂടോത്രം കുഴിച്ചെടുത്ത് എൻ്റെ ഇടപാട് തെറ്റിയിട്ടുണ്ട്. ഞാൻ എന്ത് സ്ഥലത്ത് കൂടോത്രം കുഴിച്ചെടുത്തിട്ടുണ്ടെന്നറിയാം. സത്യം. ഇപ്പം ഞാൻ കുഴിക്കാറില്ല. കാരണം പില്ലറെല്ലാം താഴെ പോകും. അതിൻ്റെ അടിയിലും കൂടോത്രമുണ്ട്. സത്യമായിരിക്കാം, കുഴിച്ചാൽ കിട്ടുകയും ചെയ്യാതിരിക്കാം. ഇപ്പം ഞാൻ കുഴി നിർത്തി. കാരണം എന്ത് കൂടോത്രം ഞാൻ എടുത്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് ദൈവം കൃപ ചെയ്ത് ഇതുവരെ ഒന്നും പറ്റിയില്ല. എന്താ കാര്യം എന്നറിയാമോ? ഞാൻ അവൻ ഉള്ളം കയ്യിലിരിക്കിയാൽ ആരും ഇതൊന്നും ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. ഇതെല്ലാം ഉണ്ട്. പക്ഷേ എൻ്റെ ദൈവം സർവശക്തനാണ്. ആ ശക്തനായ ദൈവത്തിൻ്റെ ഭാഗത്ത് മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിലുണ്ട്. അവനാൽ ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നെങ്കിൽ എൻ്റെ ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കത്തില്ല. ശക്തിയോടെ ഒന്നുകൂടൊന്ന് കരമടിച്ച് സ്തുതിച്ച് ഭയം പുറത്തു പോകട്ടെ. ഭയങ്ങൾ പുറത്തു പോകട്ടെ. എല്ലാ ഭയവും പുറത്തു പോകട്ടെ. നാളെക്കുറിച്ചുള്ള ആകുലതകൾ, ആങ്സൈറ്റി, തലമുറയെക്കുറിച്ചുള്ള പ്രാർത്ഥിക്കേണ്ടെന്നല്ല, അതല്ല അതിൻ്റെ അർത്ഥം. നിർഭയമായിരിക്കണം. ആകുലതകളുടെ ആവശ്യമില്ല. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒളിച്ചു. യഹോവയായ ദൈവം മനുഷ്യനെ വിളിച്ചു, നീ എവിടെയെന്ന് ചോദിച്ചു. തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ക്രിസ്തുവിൻ്റെ ജനനത്തെങ്കിൽ കേൾക്കുന്നു അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അത്യുന്നതങ്ങൾ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അതോടെ ഈ മനുഷ്യൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടും.